ഇവിടെ പങ്കുവെക്കുന്നത്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു യഅലമുഹാ കസീറുൻ മിനൻ നാസ്. ഹലാൽ ബയ്യിനാണ്, വ്യക്തമാണ്. ഏതാണ് പാടുള്ളത്, ഏതാണ് പാടില്ലാത്തത്, അനുവദിക്കപ്പെട്ടത് എന്താണ്, അനുവദിക്കപ്പെടാത്തത് എന്താണ്, ഇത് വ്യക്തമാണ്. വൽ ഹറാമു ബയ്യിൻ, ഹലാലും ഹറാമും വ്യക്തമാണ്. ശുദ്ധ ഗ്രന്ഥങ്ങളിൽ, ശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല എന്ന് വളരെ സവിസ്തരം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വബൈനഹുമാ മുഷ്തബിഹാത്ത്, ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ അവ്യക്തതയുള്ള ചില വിഷയങ്ങൾ കാണാം. ചില പുതിയ ബിസിനസ് സംരംഭങ്ങൾ, ചില പുതിയ പ്രോഡക്റ്റുകൾ, ചില പുതിയ ട്രാൻസാക്ഷൻസ്, ഇത് പാടുണ്ടോ ഇല്ലയോ പെട്ടെന്ന് നമുക്കങ്ങ് മനസ്സിലായില്ല എന്ന് വരും. ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്, ഒരുപാട് ആളുകൾക്ക് അതറിയാൻ കഴിയാതെ പോകുന്നു. കുറച്ചാളുകൾക്ക് അതിന്റെ വിധി എന്താണെന്ന് അറിയുകയുള്ളൂ. അതുകൊണ്ട് അവ്യക്തമായ വിഷയങ്ങൾ അതിൽ ഇടപെടാതെ മാറി നിന്നാൽ ഒരു മനുഷ്യൻ അവന്റെ അഭിമാനവും അവന്റെ ദീനും സുരക്ഷിതമാക്കി. അവ്യക്തതയുള്ള വിഷയം, അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടുന്നതിന് മുമ്പ് അത് ചെയ്യുകയോ അനുവർത്തിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ അവർ ഹറാമിലേക്ക് അകപ്പെടുന്നു. അതിനൊരു ഉദാഹരണം രാജാക്കന്മാരുടെ പാലസും അനുബന്ധ കെട്ടിടങ്ങളും ഒക്കെ നിലനിൽക്കുന്ന തോട്ടങ്ങളുള്ള രാജാക്കന്മാർ അവരുടേതാണെന്ന് പ്രഖ്യാപിക്കുന്ന ചില സാങ്ച്വറികളുണ്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയകളുണ്ട്. അവിടെ ധാരാളം സമൃദ്ധമായ പുല്ലുകൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ആട്ടിടയൻ ആ പുല്ലുകൾക്കരികിലേക്ക് തന്റെ ആടിനെ കൊണ്ടുപോയാൽ രാജാവിന്റെ എന്നാൽ മതിൽ കെട്ടി മാറ്റി നിർത്താത്ത അടയാളപ്പെടുത്തിയ ആ ഒരു സുരക്ഷിത മേഖലയിലേക്ക് അതിന്റെ അരികത്ത് ആടുകളെ കൊണ്ടുവന്ന് മേച്ചാൽ ആ ആടുകൾ രാജാവിന്റെ സ്ഥലത്ത് കയറി പുല്ലു തിന്നൽ സ്വാഭാവികമാണ്. അത് കുറ്റകരവും ശിക്ഷാർഹവുമായിരിക്കും ഒരുപക്ഷെ. അതുപോലെയാണിത്. ഓരോ രാജാവിനും അവരുടേതായ, ഓരോ രാജ്യത്തിനും അവരുടേതായ ബോർഡറുകളുണ്ട്, സുരക്ഷിത മേഖലകളുണ്ട്. അള്ളാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്, അള്ളാഹു അരുത്, അടുക്കരുത്, കീപ് ഓഫ്, സ്റ്റേ അവേ എന്ന് പറയുന്നത് മഹാരിമുഹു, അള്ളാഹു നിഷിദ്ധമാക്കിയ വിഷയങ്ങളാണ്. അരുത് എന്ന് പറഞ്ഞതാണ്. അറിയണേ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. There is a morsel of flesh in every human body. എല്ലാ മനുഷ്യരിലുമുണ്ട് ഒരു ചെറിയ ഒരു മാംസത്തിന്റെ കഷ്ണം. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു. ആ മാംസകഷ്ണം ശരിയായാൽ ശരീരം മുഴുവനും ശരിയാണ്, വൃത്തിയാണ്. ആ ഒരു ചെറിയ മാംസകഷ്ണം വൃത്തിയായാൽ ശരീരം മുഴുവനും വൃത്തിയാണ്. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ആ ഒരു മാംസകഷ്ണം മോശമായാൽ ശരീരം മുഴുവനും മോശമായി. എന്നിട്ട് പറഞ്ഞു, അലാ, അറിയണേ, ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായോ? വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹൃദയം നിങ്ങളുടെ ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണ്, യുവർ ഇന്റേണൽ ഓർഗൻ. ആ ഒരു ആന്തരിക അവയവം അത് ശരിയായാൽ നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ സാന്നിധ്യവും സുഗന്ധമാണ്. ആ ഹൃദയം മോശമായാൽ നിങ്ങൾ എത്ര നല്ല വസ്ത്രം ധരിച്ചിട്ടും കാര്യമില്ല, എത്ര നല്ല ആഭരണങ്ങൾ അണിഞ്ഞിട്ടും പെണ്ണുങ്ങളെ കാര്യമില്ല. നിങ്ങളുടെ ഹൃദയം ചിന്ത മോശമാണെങ്കിൽ അത് നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ അറിയാതെ പുറത്തു വരും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അറിയാതെ പുറത്തു വരും. നിങ്ങളെ ആളുകൾ തിരിച്ചറിയും. നിങ്ങളുടെ ഹൃദയവിശുദ്ധി ഇല്ല എന്ന് അവർക്ക് അടയാളപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായി നന്നാക്കി വൃത്തിയാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ്. അതിനകത്ത് ആരോടും ഒരു വെറുപ്പ്, ഒരു വൈരാഗ്യം, ഒരു പകപോക്കൽ, ഒരു അസൂയ ഒന്നും വേണ്ട. എല്ലാം പടച്ച തമ്പുരാന്റെ ഇടപെടൽ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും നൽകപ്പെട്ടത് അള്ളാഹുവിന്റെ തീരുമാനമാണ്.
അതിലാരും ആരോടും അസൂയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഉള്ളിലേക്ക് പോകാനുള്ളവരാ. കുറെ ആളുകൾ നമുക്ക് ശേഷം ഈ ഭൂമിക്ക് മുകളിൽ വരും, അവരും ഉള്ളിലേക്ക് പോകും. നമ്മളിവിടെ ഭൂമിക്ക് മുകളിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇതുപോലെ ഭൂമിക്ക് മുകളിൽ. അവരൊക്കെ ഇന്ന് മണ്ണിനുള്ളിലാണ്. വാടക വീട്ടിൽ നിന്ന് വീടൊഴിഞ്ഞു കൊടുക്കുന്ന പോലെ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടവരാണ് നമ്മളൊക്കെ. കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഇവിടെ നമുക്ക് സമയം തന്നിട്ടുള്ളൂ. അത് എത്രയാണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുമ്പോഴേ ഒരുപക്ഷെ ഈ സംസാരം അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് ഞാൻ ഇവിടെ നിന്ന് യാത്ര പറയുമോ എന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ആർക്കും പറയാൻ കഴിയില്ല. ആ ഒരു ജീവിതത്തിൽ ശുദ്ധിയായി സൂക്ഷിക്കേണ്ട ഒരു അവയവം നിങ്ങളുടെ ഹൃദയമാണ്. അലാ വഹിയൽ ഖൽബ്. നിങ്ങൾ അറിയണം, അത് നിങ്ങളുടെ ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുണ്യനബിയുടെ സ്വഹാബികളിൽ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണത്. ചെറുപ്പക്കാരനായിരുന്നു. പുണ്യനബിയുടെ സാന്നിധ്യം സുഗന്ധത്തിന്റെ സാന്നിധ്യമാണ്. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആ സുഗന്ധം അറിയാൻ കഴിയും. അത് പുണ്യനബിയുടെ ഒരു വലിയ അത്ഭുതമായിരുന്നു. നബിയെ കൊല്ലാൻ വേണ്ടി വന്നവർ, പുണ്യനബിയെ വധിക്കണം എന്ന് പറഞ്ഞു വന്നവർ ആ സദസ്സിലിരുന്ന് കണ്ണുനീർ പൊഴിച്ച് ഏറ്റവും നല്ല വിശ്വാസിയായി എഴുന്നേറ്റ് പോകുന്നത് കാണാൻ കഴിയും. അവർ കരയുകയായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പുണ്യനബിയെ കൊല്ലാൻ വേണ്ടി വന്നവരല്ലേ. ഫാത്തിമ എന്ന അവിടുത്തെ ഉമർ തങ്ങളുടെ പെങ്ങൾ ഫാത്തിമ ബിൻതുൽ ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അതിൽ കുപിതനായി പെങ്ങളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർ ഓതുന്ന വിശുദ്ധ ഗ്രന്ഥം അത് കയ്യിലെടുത്ത് അല്ലെങ്കിൽ അത് പാരായണം ചെയ്തപ്പോൾ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ത്വാഹ ഖുർആനിന്റെ അമാനുഷികമായ അഭൗമികമായ അത്യത്ഭുതകരമായ വചനവചസ്സുകൾക്ക് മുമ്പിൽ അത്ഭുതപ്പെടുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. തിരുനബിയുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വാതിലിന്റെ പഴുതിലൂടെ നോക്കിയിട്ട് പറഞ്ഞു, നബിയെ, ഇത് ഉമറാണ്, അകത്ത് വിടണോ? ഉമർ നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് വരുന്നതെങ്കിൽ ഉമറിനെ നാം നല്ല നിലക്ക് സ്വീകരിക്കും. അതല്ലെങ്കിൽ ഉമറിന്റെ ചോര ചിന്തി ഉമർ ഇവിടെ മരിക്കും. എന്താണ് നബിയെ വേണ്ടത്? കടത്തി വിട്ടോളൂ. ശൂരനാണ് ഉമർ എന്നവര്, ധീരനാണ്, ആയുധധാരിയായിട്ടാണ് വന്നത്. പക്ഷേ തിരുനബി അവിടുത്തെ സദസ്സിലേക്ക് വരാൻ അനുവദിച്ചു. അവിടെ വന്നിരുന്നൊരു പൊട്ടിക്കരച്ചിലാണ്. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, എനിക്കറിയില്ലായിരുന്നു. അങ്ങേ ദൂരെ നിന്ന് മാത്രമാണ് കണ്ടത്, അരികെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. നിങ്ങൾ കൊണ്ടുവന്ന ഈ വിശുദ്ധ ഗ്രന്ഥം ഇത് മനുഷ്യന്റെ വാക്കുകളല്ല, ഇത് ദൈവികമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സത്യസന്ദേശം ജനങ്ങൾ സ്വീകരിക്കുന്ന 3 രീതികളുണ്ട്. ഒരു വിഭാഗം ആളുകൾ അത് സ്വീകരിക്കുകയും അത് ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. ചില ആളുകൾ അത് ഒറ്റയ്ക്ക് സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തും. മൂന്നാമത്തെ ഒരു വിഭാഗം അവരെ സ്വീകരിക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്യില്ല. ഇങ്ങനെ 3 തരത്തിലാണ് ജനങ്ങളെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. എത്ര നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുത്താലും ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് പേഴ്സൺ, എനിക്ക് അയാളെ ഇഷ്ടമല്ല, അപ്പൊ പിന്നെ കേൾക്കൂല. എന്ത് തന്നെയാണെങ്കിലും ഞാൻ കേൾക്കില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഐഡിയോളജി ഇഷ്ടമല്ല. ചില ആളുകൾ അങ്ങനെയാണ്, ഹതഭാഗ്യന്മാർ. പണ്ഡിതന്മാർ പറയും, ഏതൊരു മണ്ണിലും വിശുദ്ധ ദീനിന്റെ സൂര്യപ്രകാശം, ദീനിന്റെ പ്രഭ ഏതൊരു മണ്ണിന് ലഭിക്കുന്നില്ലയോ ആ മണ്ണിൽ പകലാണെങ്കിലും അന്ധകാരമാണ്. പക്ഷെ എത്ര ഇരുട്ടിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണെങ്കിലും ദീനിന്റെ വെളിച്ചം നമ്മിലേക്ക് എത്തുന്നുണ്ടോ നമ്മൾ സ്വർഗതുല്യമായ ജീവിതത്തിലാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങളുടെ സദസ്സുകളിൽ നിന്ന് ഈ ഉമ്മത്തിന് വേണ്ടി പ്രസരിച്ച വളരെ മനോഹരമായ ചില ആശയങ്ങളുടെ അകക്കണ്ണുകളിലേക്ക്, കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ.
നന്മയും തിന്മയും വ്യക്തമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ഒരിക്കലും നിങ്ങളോട് ആരോടും നിർബന്ധിതമായ സമർപ്പണം അല്ലാഹു ആവശ്യപ്പെടുന്നില്ല. അല്ലാഹു നിങ്ങളെ ആരെയും കമ്പൽ ചെയ്യുന്നില്ല. ഒരു പുരുഷന് പുണ്യനിബിധങ്ങളും ഇസ്ലാമും അനുസരിച്ച് ജീവിക്കണോ, ഇറ്റ്സ് ഹിസ് ചോയ്സ്. ഒരാൾക്ക് വേണ്ട നോക്കാം. ഒരു പെണ്ണിന് ഒരാണിന് ഈ സംസ്കാരം സ്വീകരിക്കണോ വേണ്ടയോ, അത് അവരുടെ ഈ ഹിതമാണ്, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അല്ലാഹു ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ സമർപ്പിതരാകുന്നത് സ്നേഹത്തിന്റെ വഴിയിലൂടെയാവണം. നിങ്ങൾക്ക് അല്ലാഹുവിനോട് നിങ്ങളെ പടച്ച ഒരു സൃഷ്ടാവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിശ്വാസമുണ്ടോ? ആ രക്ഷിതാവിന്റെ പേരാണ് അല്ലാഹ് എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹത്തോടെ റബ്ബിന് സമർപ്പിതരാവുക. നിങ്ങൾ നിസ്കരിക്കുന്നത് പേടിച്ചുകൊണ്ടാവരുത്, അല്ലാഹുവിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള ഇഷ്ടം കൊണ്ടാവണം. സ്നേഹം കൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ? മഹബത്ത് കൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ? നമ്മൾ അതൊരു ചോദ്യമാണ് അല്ലേ. നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചവനെ നരകത്ത് പോകേണ്ടി വരും. അതങ്ങനെ തന്നെയാണ്. പക്ഷേ അല്ലാഹു ആഗ്രഹിക്കുന്നത് സ്നേഹത്തിന്റെ സമർപ്പണമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ കാത്തിരുന്ന് കൊതിയൂറുന്ന പോലെ ഒരു നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന്റെ നേരമാകുന്നവരെ സ്നേഹത്തോടെ നിങ്ങളുടെ കൽബിൽ അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടോ? എനിക്ക് എന്റെ റബ്ബിനോട് സംസാരിക്കാനുള്ള അടുത്ത അപ്പോയിന്റ്മെന്റ് ഇനി അസറാവണം, അടുത്തൊരു അപ്പോയിന്റ്മെന്റ് ഇനി മഗ്രിബ് ആവണം, ഇനി ഇശായാവണം, ഇനി സുബ്ഹി ആവണം. അങ്ങനെ നിങ്ങൾ ദാഹാർത്തരായിട്ടാണോ അല്ലാഹുവിനെ ആരാധിക്കുന്നത്? അതല്ല ഒരു റോബോട്ടിക്സ് ആണോ? നമ്മൾ റോബോട്ടുകളായിട്ടാണോ നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നത്? ചെറിയൊരു മാറ്റം വേണം. I need to pray, I want to pray എന്നതിനപ്പുറം I need to pray. ശ്വാസവും ഭക്ഷണവും വെള്ളവും നമ്മുടെ ബേസിക് നീഡ്സ് ആണ്, അത്യാവശ്യങ്ങളാണ്. വോൺസ്, ഇതിന് ആഗ്രഹങ്ങളാണ്. ഒരുപാട് വോൺസ് ഉണ്ടാവും. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഫെറാരി വേണമെന്നൊക്കെ ആയിരിക്കും പറയാം, ലംബോർഗിനി വേണമെന്ന് പറയും അല്ലേ മക്കളെ? അല്ലെങ്കിൽ അവർക്ക് മെസ്സിയെ പോലെ ആവണം, അല്ലെങ്കിൽ റൊണാൾഡോയെ പോലെ ആവണം. ചില ആഗ്രഹങ്ങളൊന്നല്ല, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണ്. വോൺസ് ആർ അൺലിമിറ്റഡ്. പക്ഷെ നമ്മുടെ ബേസിക് നീഡുകൾ അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വിശക്കുമ്പോ ഭക്ഷണം വേണം, വെള്ളം വേണം, ശ്വാസം വേണം, ഓക്സിജൻ വേണം. ഇതുപോലെ ഒരു നീഡ് എന്റെ ജീവിതത്തിന്റെ അത്യാവശ്യമാണ്. എന്റെ നിസ്കാരം, എന്റെ സമർപ്പണം, എന്റെ പടച്ചതമ്പുരാനോടുള്ള എന്റെ കോൺവെർസേഷൻ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് ഇസ്ലാം നമ്മൾ ശരിക്കും സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കോലം കെട്ടൽ മാത്രമാണ്. ജുമഅക്ക് പോകുന്നു, എല്ലാവരും ഇരുന്ന് എണീറ്റ് പോരുന്നു, അവിടെ കുറച്ചു നേരം ഇരിക്കുന്നു എന്നതിനപ്പുറം ഒരു ആത്മീയതയും ഒരു ആനന്ദവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ, അതൊരു വിഷയമാണ്. അത് കിട്ടണം. This is the most enjoyable experience ever in human life. ആരാധനയ്ക്ക് ഭയങ്കര മധുരമുണ്ടെന്നാണ്. ആ മധുരം നമ്മൾ അറിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. പക്ഷെ അതറിയാത്തത് കൊണ്ടാണ് നമ്മൾ വേഗം എണീറ്റ് ഓടുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് നിർബന്ധിക്കൂല, അത് വേണ്ട. നിങ്ങൾക്ക് നിർബന്ധം വേണം, എനിക്ക് നിസ്കരിക്കണമെന്ന്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. എന്തൊക്കെയാണ് നിഷിദ്ധമെന്നും എന്തൊക്കെയാണ് ഹലാലെന്നും അല്ലാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തതും അനുവദിക്കാത്തതും ബഹുദൈവ ആരാധനയാണ്, ശിർക്കാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു പാതകം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അധികാരത്തിൽ, അള്ളാഹുവിന്റെ വിശേഷണത്തിൽ, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ തുല്യരായി ആരെയും ഒന്നിനെയും ചേർത്ത് വെക്കുക പാടുള്ളതല്ല. പിന്നെ ഹറാം, പലിശ ഇടപാടുകൾ, അത് ഹറാം തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്തേ കാരണം എന്നറിയോ? ഒരു മനുഷ്യൻ ഗതികേട് കൊണ്ടാണ് നിങ്ങളോട് കടം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ വന്ന് കടം ചോദിക്കുന്നത് ഗതികേട് കൊണ്ടായിരിക്കും, ഏറിയ അങ്ങനെ പറയാലോ. ആ ഗതികേട് കൊണ്ടൊരു മനുഷ്യൻ കഷ്ടകാലം കൊണ്ട് നിങ്ങളെ സമീപിക്കുമ്പോഴേ നിങ്ങൾ അയാളോട് ഡിമാൻഡ് ചെയ്യാണ്, ഞാൻ നിനക്ക് 10,000 തരാം, പക്ഷേ അടുത്ത ആഴ്ച തിരിച്ചു വരുമ്പോ ഒരു 10,500 തന്നേക്കണം.
ഖുർആൻ പറയുന്നു, ഇത് ഒരു പാവപ്പെട്ടവന്റെ ദുരവസ്ഥയെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങൾ മനുഷ്യരല്ലേ, പരസ്പരം ഒരു സഹായം ചെയ്യണ്ടേ? ഞാൻ നിനക്ക് തരാം, അത് തന്നെ നീ കൃത്യമായി തിരിച്ചു തന്നാൽ മതി, എനിക്കേറെ വേണ്ട. ഒരു മനുഷ്യന്റെയും കഷ്ടകാലം നിങ്ങൾ ചൂഷണം ചെയ്യരുത്. അത് ചൂഷണം ചെയ്യുന്നതാണ് പലിശയായി മാറുന്നത്. മനുഷ്യ സ്നേഹമാണ് അവിടെ വേണ്ടത്, കേവലമായൊരു മനുഷ്യ സ്നേഹം. അതുകൊണ്ട് ഇസ്ലാം പലിശയുമായി ഒരു തരത്തിലും സന്ധിയില്ല. നോ കോംപ്രമൈസ്. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ് പൈസ എന്ന് പറയുന്നത്. അത് കഷ്ടപ്പാടിന്റെ സമയത്ത് വായ്പ ചോദിക്കുമ്പോഴേ, കടം ചോദിക്കുമ്പോഴേ, ഇത്ര സമയം കഴിയുമ്പോഴേക്കും ഇത്ര ഏറെ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ പലിശ വാങ്ങിക്കുന്നത് നിഷിദ്ധം, ഹറാമു ബയ്യിനുൻ. അത് വ്യക്തമാണ്. ലോട്ടറി, ഗാംബ്ലിംഗ്, ബിഗ് ടിക്കറ്റ്സ്, പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ടിക്കറ്റുകളും എന്നിട്ട് നിങ്ങൾ ഒരു ഡ്രോയിലേക്ക് എൻട്രി ചെയ്യുന്നതും ഇതൊക്കെ ഒരു തരത്തിലുള്ള ലോട്ടറികളാണ്. ഇതൊക്കെ വ്യക്തമാണ്. വ്യഭിചാരം എല്ലാ തരത്തിലും നിഷിദ്ധമാണ്. അതിന്റെ ഏത് തരത്തിലാണെങ്കിലും അതിന്റെ ചെറിയ വ്യഭിചാരത്തിന്റെ അടയാളങ്ങൾ മുതൽ സാഹചര്യങ്ങൾ മുതൽ വലിയ തിന്മയിലേക്ക് എത്തുന്നതുവരേക്കും എല്ലാം ഹറാമു തന്നെയാണ്. കള്ളസാക്ഷ്യം പറയൽ, കള്ളക്കേസ് കൊടുക്കൽ ഹറാമാണ്, പറഞ്ഞിരേണ്ട ആവശ്യമില്ല. മാരണം ചെയ്യൽ ഹറാം. വ്യഭിചാരത്തെക്കാളും ഒരുപക്ഷെ പലിശയെക്കാളും ഗുരുതരമായ ശിക്ഷയാണ് മാരണം ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നത്. സിഹർ എന്താണത്? പിശാച്ചിന്റെ സേവ. പിശാച്ചിനെ സേവിക്കുന്ന ആളുകൾക്ക് 1000-500 കൊടുത്തിട്ട് ഇന്ന ആൾക്കൊരു പണി കൊടുക്കണം എന്ന് പറയാണ്. എന്തേ? അവിടെ അള്ളാഹുവിനെ കൈവെടിഞ്ഞ് പിശാച്ചാരാധനയിലേക്കാണ് അത് പോകുന്നത്. അത് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അതിന് പോകുന്നതും മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന ഈ ഒരു മഹാപാതകം അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിലെ വൻ പാപം എന്നാണ് ഇസ്ലാം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു പുറത്തു തരട്ടെ. ഒരിക്കലും അത്തരം സംഭവങ്ങൾ ഉണ്ടാവരുത്. ഖുർആൻ വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പറഞ്ഞിടത്ത് നഫാസാതി ഫിൽ ഉഖദ്, those who blow into knots, കെട്ടുകളിലേക്ക് ഊതുന്ന പെണ്ണുങ്ങൾ എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. ഒരർത്ഥം അതാണ്. അൻഫുസ്, നഫ്സിലേക്കാണ് അത് ചേർത്തുന്നത്. അതിന്റെ മൗസൂഫ് അതാണ് എന്നൊക്കെ പറയാമെങ്കിലും മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, കൂടുതലും മാരണം ചെയ്യാനുള്ള ടെൻഡൻസി പെണ്ണുങ്ങളിൽ കണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചെറുവേലിക്കുന്നിലെ മഹതിമാരെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. ഇത് ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം പെണ്ണുങ്ങളാണ്. അസൂയ വരും. അയൽപക്കക്കാരൻ അങ്ങനെ സൂഹിക്കേണ്ട, അവന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ആശ്വാസം വേണ്ട, അവരൊന്ന് കിടക്കട്ടെ എന്ന് പറയുന്ന പച്ച പിശാചാരാധനയാണ് ഈ സിഹർ, മാരണം എന്ന് പറയുന്നത്. ഭയങ്കരമായ കുറ്റമാണ്. അത് ആർക്കെതിരെ നിങ്ങൾ ചെയ്തോ അവരോട് പൊരുത്തപ്പെടിക്കാതെ അല്ലാഹു മാപ്പ് തരില്ല. എത്ര കുടുംബങ്ങളാണ്, എത്ര വീടുകളാണ്, എത്ര മക്കളാണ്, എത്ര ഉപ്പമാരാണ്. ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതിനേക്കാളും ബെറ്ററാണ്. അതുകൊണ്ട് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. ഏതൊക്കെയാണ് തിന്മകൾ, ഏതൊക്കെയാണ് നന്മകൾ എന്ന് വ്യക്തമാണ്. അതൊക്കെ അറിഞ്ഞ വിഷയങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നല്ല ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബൈനഹുമാ മുഷ്തബിഹാത്ത്, ഇതിനിടയിൽ എന്താണ് നിയമമെന്നറിയാത്ത ചില വിഷയങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിന്റെ നിയമം എന്താണ് എന്ന് അത് നിങ്ങളൊരു പണ്ഡിതനോട്, ഒരു ആലിമിനോട് അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നത് വരെ അത്തരം വിഷയങ്ങൾ ഇടപെടരുതേ. ബൈനഹുമാ മുഷ്തബിഹാത്ത്, ചില റിവായത്തിൽ മുശബ്ബഹാത്ത് അങ്ങനെ കാണാം. ലാ യഅലമുഹാ കസീറും മിനന്നാസ്, അധികം ആളുകൾക്കും അതറിയില്ല. തെറ്റിദ്ധാരണകൾ വരുന്ന വിഷയങ്ങളെ തെറ്റിദ്ധാരണകൾ നീക്കേണമേ എന്നൊരു ഉദ്ദേശവും ഈ വാക്കുകൾക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരുന്ന സഫിയ ബിൻത് ഹുയയ്യ് റളിയല്ലാഹു അൻഹ, സഫിയ ബിൻത് ഹുയയ്യ് ഇബ്നു അഖ്തബ്, ജൂത കുടുംബത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്ന മഹദിയാണ് സഫിയ ബീവി.
സഫിയ ബീവിയെ നബി തങ്ങൾ വിവാഹം ചെയ്ത് അവരൊരുമിച്ച് താമസിച്ച ഒരു സ്ഥലമുണ്ട് ഖൈബറിന്റെ അടുത്ത് സൗദി അറേബ്യയിൽ. അതൊരു ഗുഹയാണ്. 1.5 കിലോമീറ്ററോളം നീളമുള്ള ഒരു ഗുഹയുടെ ആ ഒരു മുഖഭാഗം മരുഭൂമിയുടെ നടുവിലാണ്. ഉമ്മു ജർനാസ് എന്ന് പറയുന്ന ഒരു ഗുഹയാണത്. ആ ഗുഹ മലയിലൊന്നുമല്ല, സാധാ ലെവൽ ലാൻഡിലാണ്. മലകൾ കുറെ ദൂരം കാണാൻ കഴിയും, പക്ഷെ സാധാ ലെവൽ ലാൻഡിൽ ഒരു കുഴിയാണ്. അതിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെ നിന്നൊരു ഗുഹയാണ്. സഫിയ ബീവിയുമായി നബി തങ്ങൾ ഖൈബർ നിന്ന് തിരിച്ചു വരുമ്പോൾ 3 ദിവസം അവിടെ താമസിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും സൗദി അറേബ്യയിൽ. അതൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഉമ്മു ജർനാസ് എന്ന് പറയുന്ന ഒരു ഗുഹ. ഹുയൈ ഇബ്നു അഖ്തബ് എന്നായിരുന്നു വാപ്പയുടെ പേര്. അദ്ദേഹം ജൂതനായി മരണപ്പെട്ട ആളാണ്. സഫിയ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം ചെയ്തു. തങ്ങൾ പറയും, സഫിയ, നിങ്ങൾക്ക് 2 കൂലിയുണ്ട്. നിങ്ങൾ മുസ്ലിം നബിയെ വിശ്വസിച്ചവരാണ്, പിന്നെ അന്ത്യപ്രവാചകനെ വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് 2 പ്രതിഫലമുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോഴൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇച്ചിരി അസൂയ കൊണ്ട് പറയും, യഹൂദിന്റെ മോളെ എന്ന് സഫിയ ബീവിയെ ദേഷ്യപ്പെട്ട് ആയിഷ ബീവി ഒരിക്കൽ പറഞ്ഞിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ അങ്ങനെ പറയരുത്. പാപ്പ യഹൂദിയാണ്, ശരിയാണ്, വല്യാപ്പ യഹൂദിയാണ്. കാരണം ഖൈബർ മൊത്തം ജൂതന്മാരുടെ സെറ്റിൽമെന്റ് ആയിരുന്നു. മദീനയിൽ നിന്ന് 250 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ഖൈബർ കിട്ടും. ഖൈബറിൽ ഇപ്പോഴും ഒരുപാട് കോട്ടകളുണ്ട്. ഖൈബറിന്റെ കോട്ടകൾ ഇപ്പോഴും അതുപോലെയുണ്ട്. 1500 കൊല്ലം പഴക്കമുള്ള കോട്ടകൾ ഇന്നും കാണാൻ കഴിയും ഖൈബറിന്റെ കുന്നിൻ മുകളിലൊക്കെ. ഞാനൊരു മാസം മുമ്പ്, ഒരു മാസമായിട്ടില്ല, കണ്ടു. ആ ഒരു ചരിത്രമൊക്കെ നമുക്ക് അതുപോലെ ഇന്ന് ശരിക്കും ഓർത്തെടുക്കാൻ കഴിയും. അപ്പൊ പറഞ്ഞു, സഫിയക്ക് 2 കൂലിയുണ്ട്. ഒന്ന്, മൂസനബിയെ മൂസനബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നവരാ. മൂസനബിയെ വിശ്വസിച്ചതിന്റെ കൂലിയും. സഫിയ ബീവിയുടെ വല്യപ്പ ഹാറൂൻ നബിയാണ്. പിന്നെ അവരുടെ ഭർത്താവ് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു. ഈ മഹത്വം ആർക്കാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് സഫിയ ബീവിയുടെ അവർക്ക് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് നിബിധങ്ങൾ ചെയ്തത് കാണാൻ കഴിയും. സഫിയ ബീവി അന്നൊരു രാത്രി റമദാനിൽ പുണ്യ നബിയെ കാണാൻ വേണ്ടി മസ്ജിദിലേക്ക് വരുന്നു. നിബിധങ്ങൾ അന്ന് പള്ളിയിൽ ഇഅ്തികാഫിൽ ഇരിക്കുമ്പോ പുറത്തേക്ക് അത്യാവശ്യങ്ങൾക്ക് പോകും. അപ്പൊ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സഫിയ റളിയല്ലാഹു അൻഹ മദീന പള്ളിയിലേക്ക് വന്നു. അവരുടെ വീട് പള്ളിയിൽ നിന്നും ഒരൽപ്പം അകലെയാണ്. ബീവിയെ യാത്ര അയക്കാൻ വേണ്ടി നബി പള്ളിയിൽ നിന്ന് ഇറങ്ങി. രാത്രി സമയമാണ്. മസ്ജിദിൽ ഇറങ്ങുന്നു. അന്ന് സ്ട്രീറ്റ് ലൈറ്റുകളില്ലല്ലോ, ടോർച്ചില്ല, വെളിച്ചമില്ല. അപ്പൊ ഒരു നിലാവിന്റെ നിഴലിൽ പുണ്യ നബി തങ്ങളും ഒരു പെണ്ണും പോകുന്നത് ഒരു കാഴ്ചക്കാരന് കാണും. ഇത് നബിയുടെ ഭാര്യയാണെന്ന് തങ്ങൾക്കറിയാം, സഫിയ ബീവിക്കറിയാം, എന്റെ ഭർത്താവാണ് എന്റെ കൂടെ എന്ന്. തങ്ങൾ സഫിയ ബീവിയോടുകൂടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുമ്പോ 2 സ്വഹാബികൾ ആ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവരുടനെ നടത്തുമെന്ന് സ്പീഡാക്കി. ഞങ്ങളൊന്നും കണ്ടില്ലേ എന്ന രീതിയിൽ തങ്ങൾ പറഞ്ഞു, അലാ റിസ്ലികുമാ, അവിടെ നിൽക്കണമേ. ഇന്നഹാ സഫിയ ബിൻതു ഹുയൈ, ഇത് ഹുയൈ ഇബ്നു അഖ്തബിന്റെ മകൾ സഫിയയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, നബി അല്ലാഹു അങ്ങേക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ മോശപ്പെട്ടത് ചിന്തിച്ചു എന്നാണോ അങ്ങ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് എന്തിനാ നബിയെ തിരുത്തി തരുന്നത്? എന്റെ ഭാര്യ സഫിയയാണ് എന്നാണ് നബി ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മോശക്കാരായത് കൊണ്ടല്ല, പിശാച് വലിയ സ്മാർട്ടാണ്. പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് തോന്നിപ്പിക്കും, എന്ത്, അല്ലാഹുവിന്റെ റസൂല് ഒരു അന്യ പെണ്ണിന്റെ കൂടെയോ എന്നുപോലും നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കാൻ പിശാചിന് കഴിയും. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഒരു ഹദീസ്, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടങ്ങളിൽ പിശാചിന് സഞ്ചരിക്കാൻ കഴിയും, ദുർബോധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഫഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എന്തെങ്കിലും അരുതാത്ത ചിന്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരുമോ, പിശാച് കൊണ്ടുതരുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അത് തിരുത്തി തരുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണാജനകമായ വിഷയങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയാൻ കാരണം. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം.
ഹലാലോ ഹറാമോ എന്നറിയാത്ത വിഷയങ്ങളിലും മുസ്ലിമിന്റെ സമീപനം ഇങ്ങനെയാണ്. അവരാരും അതിൽ ഇടപെടുകയില്ല. ഇടപെട്ടാൽ ഒരുപക്ഷെ അത് ഹറാമാണെങ്കിൽ ഒരു ഹറാമിലേക്ക് പതിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പടച്ചതമ്പുരാന്റെ കോപം അവരുടെ മേൽ പതിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അവനവനെ പഴിചാരുകയല്ലാതെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. തെറ്റിദ്ധാരണാജനകമായ സ്ഥലങ്ങളിൽ നിന്നോ പ്രവൃത്തികളിൽ നിന്നോ നിങ്ങൾ വിട്ടുനിൽക്കണമേ എന്ന ഒരു മെസ്സേജാണ് പുണ്യനബി തങ്ങൾ ഈ നൽകുന്നത്. ഖദ് ഖീല മാ ഖീല ഇൻ സുദ്ഖൻ വ ഇൻ കദിബാ, ഖദ് ഖീല മാ ഖീല ഇൻ സുദ്ഖൻ വ ഇൻ കദിബാ, ഫമഅ്തിദാറുക മിൻ ഖൗലിൻ ഇദാ ഖീല. എന്തെങ്കിലും ഒരു കാര്യം പറയപ്പെട്ടാൽ ചിലപ്പോൾ പക്ഷേ അതൊരു ബേസ്ലെസ് അക്യൂസേഷൻ ആയിരിക്കാം, ഒരടിസ്ഥാനം ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ചിലരുടെ മനസ്സിലെങ്കിലും എന്നാലും ഉണ്ടാവുമോ, അത് ശരിയാണോ എന്നെങ്കിലും ചില ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യണം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഉഖബത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉഖബ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തൊലാഖ് ചൊല്ലി മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കലായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ പുതിയ പിള്ളയാണ്, സ്വാഭാവികമായിട്ട് ഭയങ്കര സർപ്രൈസ് ആവില്ല. എന്തേ നബി അങ്ങനെ പറയാൻ കാരണം? ഉഖബ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ഇതിന് കാരണം? പറഞ്ഞു, ഒരു പെണ്ണ് എന്റെ അരികത്ത് വന്നു. ഒരു പെണ്ണ് എന്റെ അരികത്ത് വന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അന അർളഅതു ഉഖബത്ത് ബിനുൽ ഹാരിസ് വസൗജതഹു, ഉഖബത്ത് ബിനുൽ ഹാരിസിനും അയാളുടെ ഭാര്യയ്ക്കും ഞാൻ പാല് കൊടുത്തിട്ടുണ്ട് എന്നൊരു പെണ്ണ് വന്ന് നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഒരാണിനും ഒരു പെണ്ണിനും വേറെ ആർക്കോ ജനിച്ച രണ്ട് മക്കൾക്ക് മുലപ്പാല് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ഫോസ്റ്റർ ബ്രദർ ആൻഡ് സിസ്റ്റർ, അല്ലെ, മുലകുടി ബന്ധമുള്ള സഹോദരനും സഹോദരിയുമാണ്. അവർക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണ് വന്ന് നബിയോട് പറയാ, ഉഖബത്ത് ബിനുൽ ഹാരിസിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും നബിയെ അവർ കൊച്ചുനാളിൽ കൊച്ചുമക്കളായിരിക്കെ 2 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്ത് 2 വയസ്സ് കുഞ്ഞായ 2 വയസ്സിൽ താഴെയുള്ള സമയം 5 തവണ 5 തവണ, അതായത് 5 വിശപ്പടക്കാൻ കഴിയുന്ന പാല് കുടിപ്പിച്ചാലാണ് ഈ കുടുംബ ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഒരിക്കൽ പാലെടുത്തതുകൊണ്ടൊന്നും മറുപടി ബന്ധം ഉണ്ടാവില്ല. എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാൻ. 5 തവണ 5 നേരത്തെ പാല് കൊടുക്കുക. ആ കുട്ടിയോടൊപ്പം ആരൊക്കെ പാല് കുടിക്കുന്നുണ്ടോ അവരൊക്കെ ജന്മം കൊണ്ട് ഇനി സഹോദരങ്ങൾ തന്നെയാണ്. പാലുകുടി ബന്ധം അങ്ങനെയാണ്, മുലകുടി ബന്ധം അങ്ങനെയാണ്. അപ്പോ ഈ സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, മാ സദഖത്. അവൾ പറയുന്നത് സത്യമാവാൻ ഇടയില്ല നബിയേ. പക്ഷെ തങ്ങൾ ഒരൊറ്റ കാര്യമാ പറഞ്ഞത്, കൈഫ വഖദ് ഖീൽ. അവള് നാട്ടിലൊക്കെ അത് പറഞ്ഞു നടന്നു കഴിഞ്ഞു. ഉഖബ അവൾ എല്ലാവരോടും ഇത് പറഞ്ഞു കഴിഞ്ഞു. അവൾ അന്നത്തെ ഒരു ഫേസ്ബുക്കോ വാട്സപ്പോ ആയിരിക്കും. നടന്നു പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, എല്ലാ വീട്ടിലും കയറിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. അവരെല്ലായിടത്തും എത്തും. അപ്പൊ അവളിത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഉഖബ, ഇനി നിങ്ങൾക്ക് അവളെ വേർപിരിയലാണ് നല്ലത്. ഖദ് ഖീൽ, അതങ്ങനെ പറയപ്പെട്ടു കഴിഞ്ഞില്ലേ. ഒരു പക്ഷേ അവാസ്തവമായിരിക്കാം, പക്ഷെ അങ്ങനെ പറയപ്പെട്ടില്ലേ, അതിന്റെ പേരിൽ നിങ്ങൾ അവളെ ഒഴിവാക്കിക്കോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിന്റെ പേരിൽ വളരെ സമാധാനപരമായി ആ വിവാഹബന്ധം മുറിക്കേണ്ടി വന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. അങ്ങനെ ഒരു വിഷയമുണ്ട്. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ അതിന് പരിഹാരം പിന്നെ പലപ്പോഴും രാജിവെക്കലായിരിക്കും, പലപ്പോഴും ഒഴിഞ്ഞു മാറലായിരിക്കും, പലപ്പോഴും പിൻവലിയലായിരിക്കും, അല്ലെങ്കിൽ മാപ്പ് ചോദിക്കലായിരിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യൻ തെറ്റിദ്ധാരണാജനകമായ സ്ഥലങ്ങളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന്, അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പിന്മാറണം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മക്കളുണ്ടായിരിക്കും ചില നാടുകളിൽ. അവരോട് കൂട്ടുകൂടുന്ന ചില നല്ല മക്കൾ കാണും. അപ്പോ നിങ്ങൾ ആരുടെ കൂടെയാണോ നിങ്ങൾ നിൽക്കുന്നത്, അവരാണ് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി.
ഒരു മനുഷ്യനോട് അയാൾ ആരാണെന്ന് ചോദിക്കേണ്ടതില്ല, അയാളുടെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ മതി. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഒരു പെണ്ണിന്റെ കൂട്ടുകാരി ആരാണെന്ന് അറിഞ്ഞാൽ അവൾ ഏത് തരത്തിലുള്ള പെണ്ണാണെന്ന് അതിൽ തിരിയുമെന്നാണ്. കാരണം ഒരേ സ്വഭാവക്കാരെ ഒരുമിച്ച് കൂടും. അബ്ദുല്ലാഹിൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാക്കയും ഒരു പ്രാവും ഒരുമിച്ചിരുന്ന് ഒരു മതിലിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ആ മഹാനത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞത് എങ്ങനെ കാക്കയും പ്രാവും ഒരുമിച്ചിരിക്കുക? ഒന്ന് കാക്കയാണ്, ഒന്ന് പ്രാവാണ്. ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ചു? മഹാൻ അതിങ്ങനെ ഒബ്സർവ് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞ് ഇവ രണ്ടുപേരും ആ മതിൽ നിന്ന് പാറുമ്പോ രണ്ടുപേർക്കും ഓരോ കാല് വീതമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിൻ ഹാഹുന തഫഖ, ഇതാണ് അവരെ ജോയിൻ ചെയ്യാൻ സഹായിച്ച, ഒത്തുകൂടാൻ സഹായിച്ച കോമൺ ഫാക്ടർ. രണ്ടുപേർക്കും ഒരു കാലേ ഉള്ളൂ. ഒരു സ്വഭാവക്കാർ, ഒരു തരത്തിലുള്ള ആളുകളാണ്. ഇപ്പൊ ഈ സിസർ വലിക്കുന്ന ആൾക്കാരെ ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ ഒരു പരിചയമില്ലാത്ത നാട്ടിലെത്തിയാൽ ഈ വലിക്കാര് പെട്ടെന്ന് കമ്പനിയാവും. ഒന്ന് തന്നെ, ഒന്ന് കൊടുത്തേ, അവരങ്ങ് മൂലയിൽ പോയി വലിയ തുടങ്ങും. ഒരു പരിചയവും ഉണ്ടായിക്കോളും. എങ്ങനെയാണ് കുടിയന്മാരെ കണ്ട പെട്ടെന്ന് അവർക്ക് ഉണ്ടോ, മടിയിലുണ്ടോ? ഇത് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് മനുഷ്യന്റെ ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു വലിയ അത്ഭുതമാണ്. ഒരേ തരത്തിലുള്ള ആളുകൾ പെട്ടെന്ന് കമ്പനിയാവും. മയക്കുമരുന്ന് ലോബികൾ അവർക്ക് പരസ്പരം കണ്ട മനസ്സിലാവും. കള്ളക്കടത്തുകാർ അവർക്ക് അവരുടെ മുഖം കണ്ടാൽ മനസ്സിലാവും ഈ പണി ചെയ്യുന്ന ആളുകളാണോ. ഇങ്ങനെ മനുഷ്യന്റെ സ്വഭാവങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണോ തെരഞ്ഞെടുക്കുന്നത് അവരാണ് നിങ്ങളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ലവരാകണമേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്. അവ്യക്തതയുള്ള വിഷയങ്ങളുടെ മസ്അല എന്താണെന്ന് കുറെ ആളുകൾക്ക് അറിയില്ല. അതറിയുന്നത് കുറച്ചാളുകളാണ് എന്ന് ഹദീസ്. കുറച്ചാളുകൾ എന്ന് പറയുന്നിടത്ത് ചെറിയൊരു കൗതുകമുണ്ട്. പല വിഷയങ്ങളിലും ഖുർആൻ കുറച്ച് എന്ന് പറഞ്ഞ ആശയങ്ങളുണ്ട്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. എന്റെ അടിമകളിൽ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അല്ലാഹു പറയാം. ഒരു വെന്റിലേറ്ററിൽ കയറി ഇറങ്ങി കൊറോണ കാലത്ത് പ്രയാസമായി വെന്റിലേറ്ററിലും ICUവിലൊക്കെ കടന്ന് ദുന്യാവിലേക്ക് തിരിച്ചു വരുമോ എന്ന് ഒരു പ്രതീക്ഷയില്ലാതെ പിന്നെ തിരിച്ചു വന്ന ആളുകൾ ഓരോ ശ്വാസം വലിക്കുമ്പോഴും ഞാനൊരു ശ്വാസം വലിക്കാനെടുത്ത പ്രയാസം എത്രയാ അതിനൊക്കെ ബില്ല് കൊടുത്തത്, പടച്ചവനെ എത്ര വലിയ അനുഗ്രഹമാണ് റബ്ബേ നീ എനിക്ക് ചെയ്തത് എന്ന് അവരിൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. ചിലത് പെട്ടെന്ന് മറന്നുപോകും. പക്ഷേ ഒരു അസുഖവുമില്ലാതെ, ഒരു ന്യൂമോണിയ പോലും ബാധിച്ചിട്ടില്ലാതെ നടക്കുന്ന ആളുകളിൽ ഒരു ശ്വാസം വലിക്കുമ്പോഴേക്കും അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്ന എത്ര പേരുണ്ടാവോ? ആരെങ്കിലും ഓർക്കാറുണ്ടോ? അങ്ങനെ അത് വലിയ സംഭവമല്ല എന്നാ വിചാരിക്കുക നമ്മള്. അതങ്ങ് ഓട്ടോമാറ്റിക് വലിഞ്ഞുകൊണ്ടിരിക്കല്ലേ. ആ ഒരു കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത വായുവിന്റെ ബന്ധത്തിലാണ് അള്ളാഹു നമ്മുടെ റൂഹിനെ നിലനിർത്തുന്നത്. ശ്വാസം വലിക്കണമെങ്കിൽ ബോധം വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഉറക്കത്തും മരിച്ചു പോയേനെ. ഉണർന്നിരിക്കുമ്പോഴല്ലേ ശ്വാസം എടുക്കണം തോന്നുള്ളൂ. അങ്ങനെ ബോധം ഉണ്ടെങ്കിലേ ശ്വാസം വലിയുമെങ്കിൽ മക്കളാരും ജീവിച്ചിരിക്കില്ല. അള്ളാഹു നമ്മൾ അറിയാതെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ അതിനുവേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉറങ്ങുകയാണെങ്കിലും ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഖലീൽ, കുറച്ചാളുകളെ നന്ദി ചെയ്യുന്നുള്ളൂ. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അത് ജ്യൂസായിട്ട്, ലിക്വിഡായിട്ട്, ലായനിയായിട്ട് പൈപ്പുകളിലൂടെ അകത്തേക്ക് കൊടുക്കുന്ന രോഗികളെ കാണുമ്പോഴാണ് ഓരോ പിടി ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളൊക്കെ ഒരു നേരം ഭക്ഷണത്തിന് ഒരു വിസ്മയില്ലാ മതി എന്നാ വിചാരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ലഭ്യമായ ഭക്ഷണവും വിഭവങ്ങളും ആലോചിക്കുമ്പോഴേ ഓരോ പിടി ഭക്ഷണത്തിനും ഓരോ ബിസ്മില്ല ചൊല്ലണം എന്നാ തോന്നുന്നത്. അത്രമേൽ അനുഗ്രഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അല്ലാഹുവിനെ നന്ദി പറയാറുണ്ട്. ഖുർആൻ പറയാ, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. വളരെ കുറച്ചാളുകൾ മാത്രമാണ് എനിക്ക് നന്ദി ചെയ്യുന്നത്. കുറച്ചാളുകളാണ് നന്ദി ചെയ്യുന്നത്. വേറൊരു ആയത്ത് സൂറത്തുൽ അൻആം, വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലുക അൻ സബീലില്ലാഹ്. നബിയെ, ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ നിലപാടുകളാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അവരെല്ലാം കൂടി നിങ്ങളെ നേർവഴിയിൽ നിന്ന് ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകും നബിയേ.
എന്ന് പറഞ്ഞാൽ ലോകത്തൊരിക്കലും ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങൾ, ബഹുഭൂരിഭാഗം അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരെ, പടച്ചതമ്പുരാൻ അംഗീകരിക്കുന്നവരെ, അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നില്ല എന്നൊരു സൂചന ഉണ്ട് അതിൽ. ബഹുഭൂരിഭാഗം ആളുകൾ ഒരു ഹീഡ്ലെസ് ലൈഫ്, ഒരു കഥല്ലാത്ത ജീവിതം, ആർക്കോ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു, ജീവിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, അങ്ങനെ മരിച്ചും പോകുന്നു. എന്തിനു വന്നു, എന്തേ ഇവിടെ ചെയ്തത്, എന്തൊരുക്കമാണ് പരലോകത്തേക്ക്, അങ്ങനെ ഒരു പരലോകം പോലും ചിന്തിക്കാത്ത ആളുകളാണ് ബഹുഭൂരിഭാഗം ആളുകൾ. എല്ലാവരും അത് ചെയ്യുന്നില്ലേ, എല്ലാവരും അങ്ങനെയല്ലേ, നമ്മളായിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ നിന്നിട്ട് എന്താ കാര്യം? അതിലാണ് കാര്യമുള്ളത്. നബിയെ, if you were to obey the majority of the world, yudilluka an sabilillah, they will take you away from the path of Allah. അതുകൊണ്ട് ബഹുഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നത് നാട്ടുകാർ മുഴുവൻ ചെയ്തെന്ന് വിചാരിച്ചൊരു ഹറാം ഹലാലാവോ? ആവോ? എല്ലാരും ചെയ്യുന്നില്ലേ, അതിനിപ്പോ എന്താ കുഴപ്പം? അതാണോ ഒരു നിയമത്തിന്റെ അടിസ്ഥാനം? അല്ല. ലോകത്തുള്ള ബഹുഭൂരിഭാഗം ആളുകളെയാണ് നബിയെ നിങ്ങൾ അംഗീകരിക്കുന്നതെങ്കിൽ നബിയെ നിങ്ങൾ പോലും വഴിതെറ്റിപ്പോയേനെ. അങ്ങനെ നോക്കണ്ട. ബഹുഭൂരിഭാഗം ആളുകൾ ചിന്തിക്കാതെ ജീവിക്കുന്നവരാണ്, അങ്ങനെ പറയാം. സ്വന്തം കാര്യത്തിന്, ദുനിയാവിന് വേണ്ടി ഇവർ ചിന്തിക്കുന്നവരാണ്, പരലോകത്തിന് വേണ്ടി ചിന്തിക്കാത്തവരാണ്. സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലേക്ക് നടക്കുന്നു. അപ്പോ അവിടെ ഒരു മൂലയിൽ ഇരുന്ന ഒരു സാധു കച്ചവടം ചെയ്യല്ല, അയാൾ ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അരികത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കൗതുകമുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ, പടച്ചവനെ ആ ചെറിയ വിഭാഗത്തിൽ കുറച്ചാളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ. ആ കുറഞ്ഞ ആളുകളിൽ, ആ ഒരു ചെറിയ മൈനോരിറ്റി, അതിൽ എന്നെ ഉൾപ്പെടുത്തേണമേ. അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ വടി കൊണ്ട് ഒരു തട്ട് കൊടുത്തു. ഇതെന്ത് പ്രാർത്ഥനയാണ്? നീ എന്തായി ചോദിക്കുന്നത്? ആ കുറച്ചാളുകളിൽ പെടുത്തേണമെന്നോ? ഏത് കുറച്ചാളെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്? ഇങ്ങനെ ഒരു ദുആ ഞങ്ങൾ ആരും കേട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ മറുപടി, യാ അമീറൽ മുഅ്മിനീൻ അമാ യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നത് നിങ്ങൾ കേട്ടില്ലയോ അമീറുൽ മുഅ്മിനീൻ? വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, വളരെ കുറച്ചാളുകൾ മാത്രമാണ് എന്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവരെ. ആ കുറഞ്ഞ ആളുകളിൽ എന്ന് പറഞ്ഞാൽ നന്ദി ചെയ്യുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തേണമേ. വമാ ആമന ബിഹി കസീർ വമാ ആമന ബിഹി ഇല്ലാ ഖലീൽ വമാ ആമന ബിഹി ഇല്ലാ ഖലീൽ. കുറച്ചാളുകളെ നൂഹ് നബിയെ വിശ്വസിച്ചുള്ളൂ. ഈമാനുള്ളവർ മൈനോരിറ്റി ആയിരിക്കും. കുറച്ചാളുകളാണ് നന്ദി ചെയ്യുന്നവരെ. ആ ആളുകളിൽ പെടാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തത്തോട് പറഞ്ഞു അത്രേ, കുല്ലുന്നാസി അഫ്ഖഹു മിൻക യാ ഉമർ. ഉമറേ, ജനങ്ങൾക്ക് മുഴുവൻ നിങ്ങളെക്കാളും വിവരമുണ്ട്. ഉമറേ, നിന്നെക്കാളും വിവരമുണ്ട് റോഡിലൂടെ നടക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. അതുകൊണ്ട് മിണ്ടാൻ നിൽക്കണ്ട. അവരൊക്കെ പറയുന്നതിന് ചില അർത്ഥങ്ങളുണ്ട്. പെട്ടെന്ന് ഉമർന്നവർക്ക് മനസ്സിലായില്ല എന്തായി കുറച്ചാളുകളിൽ പെടുത്തണേ എന്ന് പറഞ്ഞത്. ലാ യഅലമുഹാ കസീറും മിനന്നാസ്, അധികം ആളുകൾക്കും അറിയാത്ത, പണ്ഡിതന്മാർക്ക് മാത്രം അറിയുന്ന ചില നിയമങ്ങൾ ഉണ്ടാകും. പ്രത്യക്ഷത്തിൽ ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് അതറിയുന്ന ആളുകളോട് ചോദിക്കണേ. അത് ചോദിച്ചറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇടപാടുകൾ ചെയ്താൽ അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ അറിവോടുകൂടെയാണ് നിലപാടെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിവരം ലഭിക്കാത്തതിന്റെ പേരിൽ അത് ചെയ്യാതെ മാറി നിന്നാൽ നിങ്ങളുടെ ദീനും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾ സംരക്ഷിച്ചു. ആരാണോ ഈ അവ്യക്തമായ വിഷയങ്ങളിൽ ഇടപെടുന്നത്, അറിവില്ലായ്മയോടുകൂടെ കടന്നുകൂടുന്നത്, അല്ലെങ്കിൽ ചോദിച്ചറിയാതെ ആ വിഷയം ചെയ്യുന്നത് എങ്കിൽ അവർ അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമിലാണ് പ്രവേശിക്കുന്നത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞ വിഷയമാണ്. അലാ, അറിയണമേ, ഇന്ന ലികുല്ലി മലികിൻ ഹിമാ, ഓരോ രാജാവിനും അവരുടെ സുരക്ഷിത മേഖലയുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ സുരക്ഷിത മേഖല മഹാരിമുഹു, അല്ലാഹു ഹറാമാക്കിയ വിഷയങ്ങളാണ്. അവിടെ കടുക്കരുതേ, അരികത്തേക്ക് പോലും പോകരുതേ. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അരികത്തേക്ക്
പോകരുത്. ചില പാട്ടുകളുടെ ആശയങ്ങളൊക്കെ വ്യഭിചാരത്തെ സംബന്ധിച്ച് ചിന്തിപ്പിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ മലയാളത്തിലൊക്കെ ആയി അങ്ങനെ. പഴയകാലത്തെ മനോഹരമായ നമ്മുടെ കവികളുടെ ഭാവനാ വിലാസങ്ങളിൽ നിന്ന് ഉയരുന്ന നല്ല സദ്ഭാവനകൾ പറയുന്നുമില്ല. പെണ്ണ് അങ്ങനത്തെവള് ഇങ്ങനത്തെവള് എടി പൊടി എന്ന് പറഞ്ഞ ഒരു സ്ത്രൈണതയെ ഒരു ഊർജമാക്കി മാറ്റി ഒരു പെണ്ണിനെ ഒരു ഭോഗവസ്തുവാക്കി മാറ്റുന്ന ഹിന്ദി ഉറുദു പാട്ടുകളിലൊക്കെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ കണ്ണ് ഇങ്ങനത്തെ കണ്ണ്, ആംഖേ ഐസി ആംഖേ ഐസ മുഖ് ഐസ ഹോണ്ട്, ഇങ്ങനെ ചുണ്ടും കണ്ണും മൂക്കും തലമുടിയും ശരീരവും വർണ്ണിക്കുന്ന പാട്ടുകളാണ്. ഇത് വ്യഭിചാരത്തിലേക്കുള്ള വഴി തുറന്നു വെക്കലാണ്. ഒന്നുമില്ല, ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ്. മനസ്സിനുള്ളിലേക്ക് മോശമായ ചിന്തകളെങ്കിലും അതുകൊണ്ട് വരില്ലേ? വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ചില മൂവി, ചില സിനിമകൾ ഒരുപക്ഷെ വ്യഭിചാരത്തിന്റെ ആശയങ്ങൾ അതിനുള്ളിലൂടെ സംവിധായകന്മാരാരാണ് അവർക്കനുസരിച്ചിരിക്കും അതിന്റെ ഔട്ട്കം. ഒരുപക്ഷെ അതിന്റെ ആ ഒരു കാഴ്ചയിൽ നിന്ന് കിട്ടുന്ന എന്ത് കിട്ടി 2-3 മണിക്കൂർ നിങ്ങൾ ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്താ നിങ്ങൾ പഠിച്ചത്, എന്ത് നന്മയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് സ്വന്തത്തോട് ചോദിക്കണം. വിശുദ്ധ നബി തങ്ങൾ പറയാ ലാ തഖറബു സിന എന്നാണ് ഖുർആൻ പറയുന്നത്. വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോകരുത്. എന്താ പറഞ്ഞതിനർത്ഥം? ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളെ അത് ചിന്തിപ്പിക്കുന്നുവോ നിങ്ങൾ അങ്ങോട്ട് എത്തരുത് എന്നതിനർത്ഥം. ഏതൊക്കെ കാഴ്ചകളും കേൾവിയും ചിന്തകളുമാണോ ഒരു വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അതിന്റെ അരികത്തേക്ക് പോകരുത്. അത്തരം കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ നിങ്ങൾ അരുത്. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, പടച്ചോന്റെ നിയമമാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. ഇത് അള്ളാഹുവിന്റെ സുരക്ഷിത മേഖലയാണ്. അടുക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടുക്കരുത്. രാജാവിന്റെ സുരക്ഷിത മേഖലയിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞാൽ അടുക്കാൻ പാടില്ലല്ലോ. It is a protected sanctuary, so keep off. ചില ക്രൈം സീനുകളിൽ അവിടെ അടയാളപ്പെടുത്തും കീപ് ഓഫ്, അടുക്കരുത്. മംനൂഉൽ ഇഖ്തിറാബ് അറബിയിൽ അങ്ങനെ പറയും, സ്റ്റേ അവേ, അടുക്കാൻ പാടില്ല. ക്രൈം സീനാണ്, അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കാനുള്ള സ്ഥലമാണ്. എന്ന പോലെ അല്ലാഹുവിന്റെ ചില പ്രൊട്ടക്റ്റഡ് ഏരിയകളാണ് പടച്ചതമ്പുരാൻ നിഷിദ്ധമാക്കിയത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. എന്നിട്ട് അവിടെ നിന്നൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു കാര്യം നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ഹൃദയം. അല അറിയണമേ, അറിയണം, there is a morsel of flesh in every human body. മനുഷ്യ ശരീരത്തിലെല്ലാം ഒരു ഇറച്ചി കഷ്ണമുണ്ട്. അല വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ഒരു മാംസ കഷ്ണമുണ്ട്. ഹൃദയം കൈ മുഷ്ടി പിടിച്ചാൽ ഇത്രേ ഹൃദയത്തിന്റെ വലിപ്പമുള്ളൂ. പക്ഷേ ആ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എത്ര ഭയാനകമാണ്, എത്ര അത്ഭുതകരമാണ്. എന്നിട്ട് പറയുന്നു, ആ ഹൃദയം ഇത് നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി. നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും മുഴുവനും ക്ലീൻ, നന്നായി. അത് മോശമായാൽ ഇത്ര നല്ല വീട് വെച്ചിട്ടും കാര്യമില്ല. ആ വീട്ടിൽ കയറി വന്നാൽ ഹൃദയം മോശമായ ഒരു മനുഷ്യനാണ്, ഒരു പെണ്ണാണ്, ഒരാണാണ് അവിടെ സംസാരിക്കുന്നതെങ്കിൽ ആ വീട്ടുകാരും കയറൂല, ആരും വരില്ല. എത്ര നല്ല ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, പക്ഷേ നിങ്ങളുടെ സംസാരത്തിൽ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ നിങ്ങളുടെ ഇടയിലൂടെ അങ്ങനെ പറയുന്ന സ്വഭാവമുണ്ട് നിങ്ങൾക്ക്. ആ ഭക്ഷണം ആരും കഴിക്കൂല, ആരും പിന്നെ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല, ആർക്കും നിങ്ങളെ വേണ്ട. എന്തേ സംഭവിച്ചത്? ഹൃദയം എന്നൊരു ചെറിയ സാധനം, അത് ക്ലിയർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. അപ്പൊ നമ്മുടെ നാവ് റോങ് ആയി പോകും. നമ്മൾ എത്ര നല്ല പിടിച്ചു നിർത്തിയാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ നാവിൽ നിന്ന് മോശപ്പെട്ട വാക്കുകൾ വരും, മോശപ്പെട്ട ചിന്തകൾ വരും, ഒരാളെ പറ്റിയുള്ള കുറ്റം പറച്ചിലുകൾ വരും. അതുകൊണ്ടാണ് നിബിധങ്ങൾ നിങ്ങൾക്ക് നന്നാവണോ, ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഒരു നല്ല ഇംപ്രഷൻ നിങ്ങൾക്ക് ഒരാളുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുക്കണോ, ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുക. എത്ര നല്ല ഉപദേശമാണ് പുണ്യനബി നമുക്ക് നൽകിയത്, എത്ര നല്ല ഉപദേശമാണ്. അത് നന്നായാൽ നിങ്ങൾ നന്നായി, അത് മോശമായാൽ നിങ്ങൾ തന്നെ മോശമായി. യാ മുതഇബൽ ജിസ്മി കം തസ്ആ ലിറാഹതിഹി അതഅബ്ത ജിസ്മക ഫീമാ ഫീഹി ഖുസ്റാനു أقبل على الروح واستكمل فضائلها فأنت بالروح لا بالجسم إنسان. മേക്കപ്പിടാൻ എത്ര സമയം ചെലവഴിക്കുന്നല്ലേ, മിററിന്റെ മുമ്പില്, കണ്ണാടിക്ക് മുമ്പില് എത്ര നേരമാണ് നമ്മൾ അതും വാരിത്തേച്ച് പിടിപ്പിക്കുന്നത്. എത്ര സമയമാണ് നമ്മൾ ജിംനേഷ്യത്തിലേക്ക് പോകുന്നറിയോ, ജിമ്മ് ചെയ്യാൻ വേണ്ടി, എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒക്കെ നല്ലതാട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ലേ. പക്ഷെ ഹൃദയം മോശമായിട്ട് കുറെ മസിൽ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഹൃദയം മോശമായി കുറെ ചൊറുക്ക് പിടിച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഹൃദയം മോശമാണെങ്കിൽ എന്താ കാര്യം, അങ്ങനെ പറയാ.
യാ മുതഇബൽ ജിസ്മി കം തസ്ആ ലിറാഹതിഹി. ശരീരത്തിനൊരു ആശ്വാസം കിട്ടണമെന്ന് വിചാരിച്ച് സ്വന്തത്തെ കഷ്ടപ്പെടുത്തുന്ന ആണേ പെണ്ണേ, നിങ്ങൾ ചെയ്യുന്ന അധ്വാനമൊക്കെ വൃഥാവിലാണല്ലോ, വെറുതെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് തിരിഞ്ഞു നോക്കണേ, ആത്മാവിനെ ശുദ്ധിയാക്കണമേ, നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണമേ. നിങ്ങളൊരു മനുഷ്യനായി മാറുന്നത് ഈ ശരീരം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ആത്മാവ് കൊണ്ടാണ് എന്നാണ് കവി പറയുന്നത്. ഇന്നല്ലാഹ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലാ യൻദുറു ഇലാ സുവരിക്കും. നിങ്ങളുടെ തൊലി നിറം അല്ലാഹു നോക്കുന്നില്ല. നിങ്ങൾ ചോക്ലേറ്റ് ആണോ, നിങ്ങൾ ഫെയർ വൈറ്റ് ആണോ, ഇതൊന്നും അല്ലാഹു നോക്കണില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ, പടച്ചോൻ തന്നതല്ലേ. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നിങ്ങളുടെ ചേലും കോലും ഇതൊന്നും പടച്ചോൻ നോക്കുന്നില്ല. കാരണം എന്തെന്നറിയോ, അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ല, അത് നിങ്ങൾക്ക് കിട്ടിയതാ. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. പടച്ചതമ്പുരാനല്ലേ തന്നത്. നിങ്ങൾ ആരും ചോദിച്ച് ചെയ്ത് വാങ്ങിയതല്ലോ. ഇത്ര ഹൈറ്റ്, ഇത്ര വെയിറ്റ്, ഇന്ന നിറം നിങ്ങൾ ചോദിച്ചതാണോ? അല്ല, it has been given to you. അതുകൊണ്ട് അതിനെ പറ്റി ഒന്നും അള്ളാഹു നോക്കുന്നില്ല. പിന്നെ എന്താണെന്ന് നോക്കുന്നതെന്നറിയോ, വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും. നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹു നമുക്ക് അവിടെ നന്നാക്കി തരട്ടെ. ഹൃദയം, ഖൽബ്, ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞു മറിയുന്ന സാധനം എന്നാണ്. ഖലബ യഖ്ലിബു എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്ലിപ്പ് ചെയ്യാനാണ്, ഇങ്ങനെ മാറ്റിമറിച്ചിടുക. സുഫിയാനു സൗരി തങ്ങൾ പറയുന്നു, ഒരു ദിവസം 50-ലേറെ തവണ എന്റെ ഹൃദയം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 50-ലേറെ ചിന്തകൾ, വ്യത്യസ്തങ്ങളായ ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക് വന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ എത്രയായിരിക്കും? വിദ്യാർത്ഥികൾക്ക് എത്രയായിരിക്കും? സ്കൂളിലും ക്യാമ്പസിലും കയറിറങ്ങുന്ന മക്കൾക്ക് ഒരു ദിവസം എത്രയായിരം ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഹൃദയം അങ്ങനെയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹൃദയങ്ങളെ പരിപോഷിപ്പിക്കാൻ അവിടുത്തെ തിരുസദസ്സിൽ നടത്തിയ ചില ചർച്ചകളും, ഹബീബിനെ കാണാൻ ദൂരങ്ങളിൽ നിന്ന് കടന്നു വന്ന 8 or 9 നിവേദക സംഘങ്ങൾ പുണ്യ നബിയുടെ മുമ്പിലേക്ക് വരികയും അവരോരോരുത്തരും അവരുടെ സമൂഹത്തിലെ പ്രഗത്ഭന്മാരെ കൂടെ കൊണ്ടുവരികയും തിരുനബിയുടെ മുമ്പിൽ അവരെ സമർപ്പിക്കുകയും ചെയ്ത് പ്രവാചകരുമായി നടത്തിയ സംഭാഷണങ്ങളാണ് ഇനി നമ്മുടെ ചർച്ച. അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ. അങ്ങോട്ടാണ് നമ്മൾ നീങ്ങുന്നത്. അതിന് മുമ്പ് ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു 3 സ്വലാത്ത് ചൊല്ലിയിരുന്ന ഞങ്ങൾക്ക് ഒരു ഉന്മേഷം കിട്ടും തോന്നുന്നുണ്ട് അല്ലേ? കാലിനൊക്കെ ഒന്ന് ചോരയോട്ടം കിട്ടാനും കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കി ഒന്ന് എല്ലാവരും എണീറ്റുള്ളൂ. എണീക്കാൻ പറ്റുന്നവര്, കുട്ടികളൊക്കെ മടിയിൽ വെച്ചിരിക്കുന്ന ഉമ്മാരുണ്ടാവും, അവരെണീക്കണ്ടേ, കുട്ടികൾ ഉറങ്ങിക്കോട്ടെ. ഒന്ന് കൈ പൊക്കിയിട്ട് ഒന്ന് കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് റാഹത്തായിക്കോളൂ. നോക്കി, നല്ലതാണ്, പൈസ ഒന്നും വേണ്ടല്ലോ, നിങ്ങളെ കാലല്ലേ, സ്വന്തം കൈയും കാലല്ലേ, നിങ്ങളങ്ങ് ഒന്ന് പൊക്കുക, ഒന്ന് താഴേക്ക് മേലേക്കൊക്കെ ഒന്ന് ചെറിയൊരു ബ്ലഡ് സർക്കുലേഷൻ. അൽഹംദുലില്ലാ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇടയ്ക്ക് എന്ത് ചെയ്യും, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടുമ്പോൾ ഞാനിങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്താറുണ്ട്. 2 സൗകര്യമാണ്. ഒന്ന് പോകേണ്ടവർക്ക് വേഗം പോകാൻ ഇടയിൽ കൂടെ ആരും കാണൂല. മറ്റേ എല്ലാവരും ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് 40 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അതിപ്പോൾ പോണല്ലോ വല്ല പോയിക്കൂലേ ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ നമുക്ക് 3 സ്വലാത്ത് ചൊല്ലല്ലേ. പിന്നെ ഒരു വിരോധമല്ല കേട്ടോ, ഞാൻ എന്നോട് മനസ്സുകൊണ്ട് പറയാണ്. നിങ്ങൾ ഇത്രയും നേരത്തെ ഇവിടെ വന്ന് കുറേ സമയം അവിടെ വന്നിരിക്കുന്നു. ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയത് തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് തന്നെ 7:50 ആയി. പിന്നെ അത്ര സമയമല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നൊന്ന് വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് ഇങ്ങെത്താനുള്ള സമയം ഉണ്ടായുള്ളൂ. പക്ഷെ നിങ്ങളിവിടെ നേരത്തെ വന്നിരിക്കല്ലേ, അപ്പോൾ തിരക്കുണ്ടാവും. കുട്ടികളൊക്കെ വെച്ച് ഉറക്കൊഴിച്ചിരിക്കുന്നവരുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനൊന്നും വിരോധമല്ല കേട്ടോ. അതാണ് പറയുന്നത്. പിന്നെ ഓൺലൈനിലും ലൈവിലൊക്കെ ഉണ്ടാവും, പിന്നെ കേട്ടാൽ മതി. തിരക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പോയിക്കോളൂ. അതന്നെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അതിലൊരു വിഷമം വിചാരിക്കേണ്ട, എനിക്കുണ്ടാവില്ല. നമുക്കൊന്ന് 3 സ്വലാത്ത് ചൊല്ലി, ഒന്ന് ഒച്ചത്തിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ, തൊണ്ടക്കൊന്ന് റെഡി ആയിക്കോളൂ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കുന്നതിന് മുമ്പ് പാൻസ് ഒക്കെ ഇട്ടവരാണെങ്കിൽ അതൊക്കെ വാലറ്റൊക്കെ നടത്തോളി, പേഴ്സൊക്കെ നമ്മൾ ബക്കറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ
നമ്മുടെ പ്രവർത്തകരെ. അപ്പോൾ എന്ത് ചെയ്യാം, കാര്യമായൊരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. അത്രയും നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ പഴയ കാലത്ത് പോലെ ലേലം വിളിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു സന്തോഷത്തോടെ ഒരു പൊരുത്തത്തോടെ നല്ലൊരു സംഖ്യ കൊടുക്കണം നമ്മുടെ ഈ പരിപാടിയുടെ ചെലവിലേക്ക്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് സാദിഖ് സാഹിബ് നേരത്തെ എത്തുന്നുണ്ടായിരുന്നു, കുറച്ചു നേരം വൈകി പോയി പറയാൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. അള്ളാഹു നമ്മുടെ എല്ലാവിധ